ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ്. ഇറ്റ്സ് വൈബർ ഗുഡ്. ആക്ച്വലി ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തേക്കാം എന്നുള്ളത്. എല്ലാവരും കണ്ടു തുടങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല. ഷാനവാസിന്റെ ഇന്റർവ്യൂ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോയപ്പോൾ എനിക്ക് അതിനകത്ത് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി കൊണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അത് അനീഷായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് ഷാനവാസിന്റെ ഗെയിംസിനെ ബാക്ക് ഓഫ് ചെയ്യിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതെന്ന് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ആൻഡ് അവിടെ അനീഷിന്റെ ഫാമിലി വന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ പറഞ്ഞതാണ്. അത് അവർ അനീഷിന് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പോലും ഷാനവാസ് ആസ് എ പേഴ്സൺ, ഷാനവാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അനീഷിന് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ എന്ത് തന്നെയാണെങ്കിലും ഒരു ബന്ധങ്ങളോടൊരു ജെന്യൂനിറ്റി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഒരു 100 ദിവസം കണ്ടതിന്റെ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും നേരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. കുറച്ച് വീഡിയോ ടിപ്സ് ഒക്കെ എനിക്ക് കിട്ടി, കുക്കിംഗ് ടിപ്പ്, ഡെയിലി വ്ളോഗൊക്കെ. ആൻഡ് ഈ മാസം അവസാനം നമ്മൾക്ക് ബിഗ് ബോസ് സീസൺ 7 2-3 പേരുടെ ഇന്റർവ്യൂ കൺഫേം ആയിട്ടുണ്ട്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് ഞാൻ പറയാം, അനുമോളല്ല, അനുമോള് വൻ തിരക്കിലാണ്. അപ്പൊ അനുമോളുടെ തിരക്കൊന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അനീഷ് പിടിച്ചത്ര ഒരു ഗെയിം അനുമോൾ പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഒരു ഈ റീ എൻട്രി ഉണ്ടായിരുന്നു. ഔട്ടായി എല്ലാവരും റീ എൻട്രി ഉണ്ടായിരുന്നു. ഈ റീ എൻട്രിക്ക് ശേഷം അവളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടിട്ടുള്ളത്. അനീഷ് തന്ന അത്ര കണ്ടന്റ് അനുമോള് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്റെ ഷാനവാസ് ചേട്ടാ, അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അനീഷ് എന്ത് കണ്ടന്റ് ആണ് മോർ ദാൻ അനുമോൾ അവിടെ തന്നിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്യേ, ഞാൻ കേൾക്കട്ടെ. കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു, പാത്രം കഴുകട, അതെ, ഈ 2 സംഭവങ്ങളാണ് പുള്ളി പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അതല്ലാതെ ഈ 100 ദിവസം ആസ് എ കോമണർ എന്നുള്ള രീതിയിൽ അനീഷ് എന്ത് കണ്ടന്റ് ആണ് തന്നത് എനിക്കറിയില്ല. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില് അനീഷ് കണ്ടന്റ് തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അതിനെ കട്ട് ചെയ്ത് എന്ത് കണ്ടന്റ് നിങ്ങൾ പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. പിന്നെ അനുമോളുടെ കേസ് ഇദ്ദേഹം പറയുന്നത് റീ എൻട്രി സമയത്ത് എല്ലാരും കൂടെ അറ്റാക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സിമ്പതിയുടെ മേലിലാണെന്ന്. അപ്പൊ ആ റീ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഗെയിം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിന് 5 ദിവസം മുമ്പാണ് റീ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ദിവസം അവിടെ നിന്നത് അനുമോള് എന്ത് ബേസിലാണ് അവിടെ നിന്നത്? കണ്ടന്റ് ഒന്നും കൊടുക്കാതെ അവിടെ ഇങ്ങനെ പിടിച്ചുന്നത് PR കൊണ്ടാന്ന് ഒരിക്കലും പറയരുത്. കാരണം ഞാൻ ഇത് തുടങ്ങിയപ്പോ തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ്, PR വേറെ, അതിന്റെ ഉള്ളിൽ PR എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ഗെയിം കളിക്കേണ്ട രീതിയിൽ കളിച്ചില്ലെങ്കിൽ ആൾക്കാർ വലിച്ചു പുറത്തോട്ടിടും. ആൻഡ് സ്റ്റാർ മാജിക്കും മറ്റുമായിട്ട് അനുമോൾക്ക് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടായിരുന്നു. എന്നാലും ഗെയിം കളിച്ചില്ലേലും അവിടെ വോട്ട് കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. ഗെയിം കളിക്കാതെ അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സിമ്പതിയുടെ ബേസിലാണ് അനുമോള് ജയിച്ചത് അല്ലെങ്കിൽ കപ്പെടുത്തതെന്ന് പറയരുത്. അനുമോളുടെ ഒരു സർവൈവൽ ഗെയിം ആയിരുന്നു. അനുമോൾ അവിടെ കണ്ടന്റ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അതേപോലെ റീ എൻട്രിക്കാർ കയറിയപ്പോൾ കുറച്ചും കൂടി പുല്ല് പിടിച്ച വഴികളായിരുന്നു. ആ പുല്ല് അങ്ങോട്ട് മാറ്റി ക്ലീൻ ആക്കി കൊടുത്തു. അതല്ലാതെ ഒരു സിമ്പതിയുടെ ബേസിലാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയെന്ന് പറയരുത്. കുട്ടികളോട് ജനങ്ങൾക്കൊരു സിമ്പതി തോന്നിയതിന്റെ ഭാഗമായിരിക്കാം ഞാൻ ജിസിനോട് നേരിട്ട് തന്നെ പറഞ്ഞത്. കുറച്ചുകൂടെ ഒരു എനിക്ക് ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആരാ എന്തായാലും എനിക്കറിയില്ല. അതിലാ കൂടെ ഞാൻ ആദ്യം ഞാനൊരു പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗത്ത് ഞാൻ അവിടെ പൊട്ടം കളിക്കാൻ പോയതൊന്നല്ല. നന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഗെയിം എന്താണെന്നല്ലോ മനസ്സിലായത്. അതേപോലെ ഒരു കല്ലർ പാസം കളിച്ചതല്ലേ. എവിടെയോ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ടല്ലോ. ഒന്ന്, ഗിസേലിന്റെ കാര്യം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിക്കട്ടെ. വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു വെയർ ദിസ്, ഡോണ്ട് വെയർ ദിസ്, ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്, അങ്ങനെയൊന്നും പറയാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇദ്ദേഹം വളർന്നു വന്ന സാഹചര്യവും മറ്റാൾക്കാർ വളർന്നു വന്ന സാഹചര്യവും എൻറ്റർലി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. അപ്പോൾ ഓൾറെഡി ഇതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന്റെ കുലപുരുഷൻ എന്ന് പറയുന്ന ഒരു സാധനം വന്നത്. ആൻഡ് റെന ഫാത്തിമയുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയത്തും ജോലി സമ്പാദിക്കുന്ന സമയത്തും ജോലി സമ്പാദിക്കാൻ കാര്യങ്ങളൊക്കെ വേണം.
വേണം. അതിന്റെ ഒപ്പം തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഒപ്പം തന്നെ ആ കുട്ടി ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ കുട്ടി ഏൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ കുട്ടി ഏൺ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ വന്നിട്ട് കോ കണ്ടസ്റ്റന്റിനോട് മര്യാദയ്ക്ക് ഡ്രസ് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. പിന്നെ ആദില നൂറോട് പെങ്ങൾ പാസം ഇറക്കിയതല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്ത സമയത്തും പല സിറ്റുവേഷനിലും ഒക്കെ ഇവര് തമ്മിൽ കത്തിക്ക് കുത്തുകയായിരുന്നു എന്നുള്ള ഡയലോഗൊക്കെ ഷാനവാസ് സംസാരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു പെങ്ങൾ പാസം അല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കേറിയ ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ഗെയിം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പിന്നെ ആ സീക്രട്ട് ടാസ്ക് ചളാക്കിയത്? എന്തിനാണ് പിന്നെ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല, ഇവരെനിക്കിട്ട് വെക്കണമെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ഗെയിം മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞ എന്തിനാണ്? അതൊരു ചോദ്യചിഹ്നമാണ്. എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനൊന്നും അറിയില്ല. അറിയാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ സമൂഹത്തിൽ അറിയിക്കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവര് ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങൾ ഏറ്റെടുത്ത് നോക്കിയിട്ടാണോ നമ്മൾ പെരുമാറുന്നത്? ഇവിടെ 5 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 പേരാണ് അവര്. എനിക്ക് അവരോട് എല്ലാവരോടും പെരുമാറുന്ന പോലെ എനിക്ക് അവരോട് പെരുമാറേണ്ടി വരും. എല്ലാവരും സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കേണ്ടി വരും. അതിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തെറ്റും ശരി ഞാൻ നോക്കില്ല. ഞാൻ അവരുടെ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കാരണം വെച്ചാൽ അപ്പൊ അവരവരുടെ ജീവിതത്തിലുണ്ടായ കുറെ കാര്യങ്ങൾ അവരുടെ വർഷം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നി കുറച്ചൊക്കെ ഇവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തില് ഇവര് കുറെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ വർഷം ഈ ഓപ്പോസിറ്റ് ഇവരുടെ പാരന്റ്സിന്റെ ഒക്കെ വർഷം എന്താണെന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും കേട്ടിട്ടും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നല്ല ഞാൻ അവരെ കൂടെ കൂട്ടിയതും തകരും. ഹൗസിനകത്തുള്ള സമാനമായ പ്രശ്നം അനുഭവിക്കുന്നവരെ കൂടെ ചേർത്ത് കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നവരെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴി നമുക്കുണ്ടായ ഒരു സ്നേഹം ഉണ്ടാകും. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ അടുത്ത് ഈ അതിലെന്ന് ഒരു പ്രധാനപ്പെട്ട ആ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു ഈ ഡ്രസ്സിങ് സെൻസിൽ ഓക്കെ അല്ലാത്ത ഷാനവാസിന് ഇവരോട് അതിലോടും നൂറോടും അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവരെങ്ങനെയാണോ അവരുടെ രീതിയിൽ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു ഗ്രൂപ്പ് അറ്റാക്കിങ് സംഭവങ്ങൾ വന്നപ്പോൾ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിലൊന്നും നമുക്ക് ഒരു നോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒള്ളി തിങ് എനിക്ക് തോന്നുന്നത് അനീഷാണ് കണ്ടന്റ് വാങ്ങിക്കേണ്ടത്. അതേപോലെ തന്നെ ഗിസേലിന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യം, പിന്നെ അനുവിന്റെ സിമ്പതിയുടെ കാര്യം, ഈ കാര്യങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഗെയിം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഗെയിം മനസ്സിലാക്കിയ രീതിയിലുള്ള ഒരു ഗെയിം ആയിട്ട് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അനീഷിന്റെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഈ അനീഷും ഷാനവാസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവര് ശരിക്കും തലയിൽ എടുത്ത് വെച്ച് തന്നു കൊടുത്തതാണ്. അതൊരു ഫോഴ്സ്ഫുൾ ഫ്രണ്ട്ഷിപ്പാണ്. അതൊരിക്കലും ഒരു ഓർഗാനിക് ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെ ചിന്തിച്ചാൽ മതി. സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവരുടെ കേസ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവര് സ്ട്രഗിൾ ചെയ്ത രീതി എല്ലാവരും പറയുന്നുണ്ട് പാരന്റ്സിന്. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ അറിയേണ്ടൊക്കെ വന്നു. അപ്പൊ അവരുടെ അഭിപ്രായങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവരുടെ ഭാഗത്തും ഒരു ശരിയുണ്ട് അല്ലേ. ഞാൻ കാണുന്ന ഈ കാഴ്ചപ്പാടിലല്ല അവരെന്നെ തിരിച്ച് കണ്ടിരുന്നത് പലരും എന്നോട് പറഞ്ഞു. ചില വീഡിയോ ഞാൻ ഇറങ്ങിയിട്ടും ബിഗ് ബോസ് എപ്പിസോഡ് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്തോ ഒരു കാണാനൊരു വിഷമം പോലെ മൊത്തത്തിൽ കാരണം എനിക്ക് കാണണം. പക്ഷെ ആദ്യം തന്നെ ഈ ഇറങ്ങി വന്നപ്പോ കുറെ കാര്യങ്ങൾ കേട്ടപ്പോ കുറെ വിഷമങ്ങളും പിന്നെ സന്തോഷമുണ്ട് കുറെ. അപ്പൊ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ റീൽസ് മാത്രമാണ് ഞാൻ കണ്ടത്. ഇറങ്ങുമ്പോ എനിക്ക് അത് മതി എന്ന് ഞാൻ വിചാരിച്ചു. കേൾക്കുമ്പോ ഇറങ്ങിയപ്പോ തന്നെ അങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള കുറെ ഇക്കാനോട് മോശമായിട്ട് അവര് പെരുമാറി, അതാണ് ഇതാണ്, അവര് കാരണമാണ് ഇക്ക വിന്നർ ആകാതിരുന്നത്, അവരെ സപ്പോർട്ട് ചെയ്തത്, ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നെഗറ്റീവ്സ് ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഒരുപാട് വിഷമായി. പിന്നെ ഞാൻ ആ എപ്പിസോഡ് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനോ ഞാൻ നിന്നില്ല. എനിക്ക് ഞങ്ങളുടെ കുറെ തമാശ, എന്റെ അനീഷിന്റെ കുറെ തമാശകൾ, സാബുമാനായിട്ടുള്ള കുറെ തമാശകൾ, നൂറായിട്ടുള്ള കുറെ
തമാശകൾ, അങ്ങനെ കുറെ തമാശകളുടെ കുറെ ഒരു കോമ്പോയുടെ കുറെ നല്ല നല്ല റീൽസും ഷോർട്സും അത് മാത്രം കാണാൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്റെ മനസ്സ് ഭയങ്കര കൂളായി, പോസിറ്റീവായി, ഹാപ്പിയായി. അനീഷ് ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ വലിയ മാറ്റമാണ്, വലിയൊരു വിജയമാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഷോയില്. അപ്പൊ പക്ഷെ കുറെ പേർക്ക് അനീഷ് വിന്നറാവണമെന്നുണ്ടായിരുന്നു. അനീഷായിരുന്നു യഥാർത്ഥ വിജയി. അതിന്റെ അനീഷിന് 10 ലക്ഷം രൂപയോളം ഡോക്ടർ റോയ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരാൻ അത്രയും ജനപ്രീതിയാണ് സമ്മാനിച്ചു എന്നുള്ളത്. ഇതില് ഒന്നാമത്തെ കാര്യം, ഗെയിം ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം കപ്പ് വാങ്ങിക്കേണ്ട ആളായിരുന്നു എന്നുള്ളത് ശരിയാണ്. എനിക്ക് തോന്നുന്നു അനീഷായിട്ടുള്ള ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ, കാരണം അനീഷായിട്ടുള്ള കോംബോയില് അതിന്റെ ഇടയിൽ കുറെ ലവ് യു പറയാനും കുറെ കളിച്ചിരി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ ഒരു ടൈം പീരീഡ് വരെ ഷാനവാസിന്റെ പേര് മുന്നോട്ട് വന്നിരുന്നില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഷാനവാസും അനു, അല്ലെ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് മറ്റു കണ്ടസ്റ്റൻസിൽ നിന്നും ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ഇദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം നല്ല കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ, നല്ല റീൽസ് കാര്യങ്ങളെ മാത്രമേ കണ്ടുള്ളൂ, പുറത്തുള്ളത് വേറെ ഒന്നും കാണാൻ നിന്നില്ല. പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസ്, റീ എൻട്രിയിലുള്ള കണ്ടസ്റ്റൻസ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുള്ളത് മാത്രം കണ്ടു. ആ പ്രശ്നക്കാരി ആരാന്ന് ടാർഗറ്റ് ചെയ്തു. ആ ടാർഗറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് വിപരീതമായിട്ട് ചെയ്തിരിക്കുന്ന കുറച്ചു പേരിൽ ഒരാളാണ് ഷാനവാസ്, അതേപോലെ രേണു സുധി, ഒനീൽ, അഭിശ്രീ. ഇവരൊക്കെ ആ ടോപ്പിക് പണ്ടേ വിട്ട കേസാണ്. പക്ഷെ മറ്റു ചില കണ്ടസ്റ്റൻസ് ഇപ്പോഴും അതുമേ കടിച്ചു തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനീഷ് എന്ന് പറയുന്ന ആസ് എ കോമണറിന് ഇപ്പം 10 ലക്ഷം രൂപ ഡോക്ടർ റോയി കൊടുത്തു. അപ്പോൾ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ആ ഫിനാലയുടെ മുന്നിൽ ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പോൾ എനിക്കറിയില്ല എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുന്നുള്ളത്. 10 ലക്ഷം രൂപ ഒരുപക്ഷെ അദ്ദേഹത്തിന് അനീഷിനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലാതെ ഒരു കണ്ടസ്റ്റന്റ്, ഒരു അടിപൊളി ഗെയിമർ എന്ന് അനീഷിനെ ഞാൻ പറയില്ല. അത് എത്ര പേര് അതിനകത്ത് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം അനീഷും അനുവിനെയും വച്ചു നോക്കുമ്പോൾ അനു തന്നെയാണ് അവിടെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അനീഷ് വിന്നറാവണം, അനീഷ് വിന്നറായ കുറച്ചും കൂടി ഈ സീസൺ പകിട്ട് കൂടുമായിരുന്നു. അടുത്ത സുഹൃത്താണല്ലോ. അതെ, അനീഷ് വിന്നറാവും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഓക്കെ, കാരണം അനീഷ് പിടിച്ച അത്ര ഒരു ഗെയിം അനുമോൾ പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് വെറും തോന്നലാണ് ഷനവാസിക്ക, അത് വെറും തോന്നലാണ്. അനീഷിനേക്കാളും കൂടുതൽ കണ്ടന്റ് നമ്മുടെ അനുമോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് ആ ഒരു ടോപ്പിക്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പ്രേക്ഷകർ ഇതിന് മറുപടി തരാം. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത്, അനുമോൾ അവിടെ കണ്ടന്റ് ഡേ 1 തൊട്ട് കരഞ്ഞിട്ടാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണെങ്കിലും പോസിറ്റീവ് പറഞ്ഞിട്ടാണെങ്കിലും മിണ്ടാണ്ടിരുന്നിട്ടാണെങ്കിലും പാവയെ കൊണ്ടാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിലും നോമിനേഷന്റെ കാര്യത്തിലാണെങ്കിലും ജയിലിന്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ എല്ലാ കാര്യത്തിലും അനുമോള് കൊടുത്ത അത്ര കണ്ടന്റ് അനീഷ് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ഞാൻ അത് ഒരു രീതിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അനീഷ് അവിടെ ഒരു ഗെയിമർ ആണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അനീഷിന് സംസാരിക്കുന്ന പല സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഉപഗ്രഹം ചുറ്റുന്ന മാതിരി പല സിറ്റുവേഷനിലും കറങ്ങി നടന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അനുമോളെക്കാളും കൂടുതൽ അനീഷ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ആള് ഭയങ്കര ജെന്യൂനാണ്. ആള് റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഉള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇവിടെ പേഴ്സണലി ഞാൻ ഇതിനെ എന്തുകൊണ്ട് അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനീഷ് തുടക്കം തൊട്ട് അവിടെ പിടിച്ചിരുന്ന ഒരു ട്രാക്ക് കണ്ണടച്ച് കിടക്കണം കണ്ടു, പാത്രം കഴുകി വെക്കടാന്നുള്ളൊരു സംഭവം, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ അതിനൊന്നും മറുപടി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ കുറച്ചു കാലത്തേക്ക് ആ ഒരു നടത്തം തന്നെയായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഷാനവാസും അനീഷും ആയിട്ടുള്ള ഇത് വന്നു, ഫ്രണ്ട്ഷിപ്പ് വന്നു. പിന്നെ കല്ല് പോലത്തെ മനുഷ്യനെ ഉരുക്കി എന്ന് പറഞ്ഞിട്ട് ലവ് യു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ പല സിറ്റുവേഷനിൽ ഉണ്ടായിട്ടും അനീഷിന്റെ ഭാഗത്തു നിന്ന് ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒരു ബിഗ് ബോസ് ഗെയിമർ എന്ന് പറയുമ്പോൾ സംസാരത്തിലും ടാസ്കിലും അതേപോലെ ബുദ്ധിപരമായിട്ടും, ബുദ്ധിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് ഷാർപ്പായിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കണ്ടന്റ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടത്. പക്ഷെ അനീഷ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ, അനീഷിനെ അനുമോളെയും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കൂടുതലും അനുമോള് തന്നെയാണ് അവിടെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ഗെയിം കംപ്ലീറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു. ഇപ്പൊ ജയിലിലൊക്കെ ആണെങ്കിലും കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ആള് ക്യാരക്ടർ വിടാതെ നിന്നു ആ ഒരു സീസൺ ഫുള്ള്. ഇതല്ല പുള്ളിയുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ആള് ക്യാരക്ടർ വിടാതെ തുടക്കം തൊട്ട് അവസാനം വരെ നിന്നു. അത് ആകെപ്പാട് അമ്മ വന്ന സമയത്ത് മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. പക്ഷെ അനുമോളെ സംബന്ധിച്ച് കൊടുത്തിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ സംസാരിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ ഇദ്ദേഹത്തിന് അനീഷിനോടുള്ള ഇഷ്ടക്കൂടുതലോണ്ടാണ് സംസാരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്. പക്ഷെ അത് ഒരിക്കലും അനുമോൾ ഒരു സിമ്പതി കൊണ്ടാണ്, ആ ഒരു റീ എൻട്രിയുടെ സിമ്പതി കൊണ്ടാണ് സംസാരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് കമന്റ് ചെയ്യുന്നത്. ഞാൻ
ഒരിക്കലും ഞാൻ പറയില്ല അനുമോളെക്കാളും കൂടുതൽ കണ്ടന്റ് അനീഷിന് കൊടുത്തിരുന്നു, അനീഷ് ജയിക്കണം. ജനപ്രിയ ഇത് എനിക്കറിയത്തില്ല, അതിനകത്ത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് റണ്ണറപ്പിന് 10 lakhs rupees ഒക്കെ കിട്ടുന്നത്. ആ പൈസ കിട്ടിയതിൽ സന്തോഷം, ഇതിൽ കിട്ടിയതൊക്കെ ഇതൊക്കെ കാര്യമാണ്. പക്ഷെ അത് ആ സ്റ്റേജിൽ വെച്ചും കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അതൊരു ചരിത്ര നിമിഷമായിട്ട് മാറിയേനെ. അപ്പോ ഇതിൽ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രിയുടെ ആൾക്കാർ പോലും അനീഷിനോട് ചാഞ്ഞത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അനുവിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് RJ ബിൻസി വരെ പറയുന്നുണ്ടായിരുന്നു അനീഷ് അങ്ങനെ ഉരുകുന്ന കൂട്ടത്തിലൊന്നും അല്ല എന്നുള്ളത്. അപ്പൊ അനുമോൾ എന്തായിരുന്നു, മറ്റേ അപ്സരസ് ആയിരുന്നു, മനസ്സൊരുക്കാൻ വന്ന് അതൊന്നല്ല, അങ്ങനത്തെ രീതിയിലൊന്നല്ല. അവിടെ അദ്ദേഹത്തിന്റെ റിയൽ ഫേസ് കൊടുക്കാതെ അദ്ദേഹം അവിടെ നിന്നു. അനുമോളെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ അനുമോളെ അവിടെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇദ്ദേഹം ഒന്നും ഒരൊറ്റ അക്ഷരം സംസാരിച്ചില്ല. അതായത് നമ്മുടെ അനീഷ് ഒന്നും ഒരൊറ്റ അക്ഷരം സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത് കീറാനുള്ള കാരണം ഇത് തന്നെയാണ്. അനുമോളല്ല അനീഷായിരുന്നു ജയിക്കേണ്ടത്. അനുമോൾ റീ എൻട്രിയുടെ സിമ്പതിയോട് കൂടിയിട്ടാണ് അനീഷാണ് കൂടുതൽ കണ്ടന്റ് തന്നേക്കണേന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. ഹായ് ഹലോ നമസ്കാരം ഗൈസ്. നമുക്ക് 2 നിലപാടുകൾ കാണാം. ആദ്യത്തെ ഒരു നിലപാട്, എന്റെ മലയാളം വായിക്കാൻ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. നോട്ട് ദ പോയിന്റ്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. വൈ? എന്റെ വീട്ടിൽ എനിക്കൊരു പ്രോഗ്രാം വന്നിട്ട് ഞാൻ ആരൊക്കെ വിളിക്കുന്നുണ്ടെന്നുള്ള കറക്റ്റ് ഐഡിയ എനിക്കുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു മാനേജർ ഉണ്ടെങ്കിൽ പോലും അയാൾ ആരൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ബിക്കോസ് ഞാനാണ് ആ മാനേജർക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്. സോ ആരൊക്കെ വീട്ടിലോട്ട് വരുന്നുള്ളൊരു ബോധം എനിക്ക് നന്നായിട്ടുണ്ടാവും. ബിക്കോസ് ഞാനാണ് മുതലാളി. അപ്പോൾ എൻ്റെ വീട്ടിലെ പ്രോഗ്രാമിൽ ആരൊക്കെ വരുന്നെന്നുള്ള ബോധം അറിഞ്ഞിരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ഉത്തരവാദിത്തമാണ്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചു സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ച് എന്താണ് അവർ സമൂഹ മധ്യത്തിൽ താറടിച്ചത്? റോഡ് പണിക്ക് പോയാ അവർ വല്ലതും? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ വഴിക്ക് പണിയെടുത്ത് ജീവിക്കുന്നതിൽ എവിടെയാണ് മധ്യത്തിൽ അവർ താറടിക്കാൻ വന്നത്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി. പുതുതലമുറയ്ക്ക് ഒരു തെറ്റായ സന്ദേശവും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടോട് കൂടിയിട്ടാണ് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ എന്നുള്ളൊരു ചിന്ത പുതുതലമുറയിലേക്ക് താങ്കൾ വലിച്ചെറിഞ്ഞത്. അപ്പൊ ആരോപണങ്ങളെ വിലക്കെടുക്കുന്നു, മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുന്നു. സമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു പറഞ്ഞിട്ടൊരു സംഭവം അടുത്തിടയ്ക്ക് നടന്നിരുന്നത് ആരാന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ ഈ ഒരു സംഭവത്തിനോട് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു ന്യൂസ് വന്നിരിക്ക പാത്തുക്കളാം. ഈശോ അത് റീൽ ചെയ്യാൻ പറ്റുമെന്ന് മാറിപ്പോയി. ഐ ആം സോറി ഗൈസ്. പൊന്നിന്റെ ഫോണിലോട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് റീൽസ് ഒക്കെ ഷെയർ ചെയ്യാറുള്ളത്. ഈശ്വര, ഇതിപ്പോ ഇവരെനിക്ക് സ്ട്രൈക്ക് വരുന്ന തോന്നുന്നത്. Where is the news? എവിടെ പോയി? ഞാനത് ഷെയർ ചെയ്തില്ലേ? നോക്കട്ടെടോ.